എഴുത്തുകാരനായ വി.എസ്. അനിൽകുമാറിന്റെ വീടിന് മുന്നിലാണ് റീത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ കണ്ണപുരത്തെ വീടിന് മുന്നിൽ റീത്ത് കണ്ടെത്തുന്നത്. കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകം ഏറ്റുവാങ്ങിയത് വി.എസ്. അനിൽകുമാർ ആയിരുന്നു. പ്രൊഫസർ M.N. വിജയന്റെ മകനാണ് വി.എസ്. അനിൽകുമാർ. ഇന്ന് രാവിലെയോടെ വീടിന് മുന്നിൽ ഗേറ്റിനോട് ചേർന്ന റീത്ത് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ അനിൽകുമാർ പങ്കെടുത്തത്. സംഭവത്തിൽ കണ്ണപുരം പോലീസിൽ എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിരോധമാകാം ഇത്തരത്തിലൊരു റീത്ത് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വെച്ചത് എന്നതിൽ ഒരു സംശയം നിഴലിക്കുന്നുണ്ട്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം ആരാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇന്ന് രാവിലെ 5:30 കണ്ടത്. അതിന് കാരണം എന്ന് വെച്ചാൽ മകൻ ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിന് പോകുന്നുണ്ട്. 8 വയസ്സുകാരൻ. അവനാണ് രാവിലെ എഴുന്നേറ്റ് വളരെ ശുഷ്കാന്തിയോടുകൂടി വീട് തുറന്ന് ഗേറ്റൊക്കെ തുറച്ചു. അപ്പൊ ഗേറ്റ് തുറക്കാൻ പോയാലും അവൻ ഇത് കണ്ടു. എന്നിട്ട് അവൻ എന്നെ വിളിച്ചത് അച്ഛാ ഇതാ ഒരു മാല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പോയി നോക്കുമ്പോ അത് മാലയല്ല റീത്താന്ന് മനസ്സിലായി. അത് 5:30 കണ്ടിട്ടുണ്ടാവും. അതല്ലേ, ഇത് ആ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഭീഷണിയൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇത് ആരാ വെച്ചെന്നൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഊഹിച്ചൊന്നും ഞാനൊന്നും പറയാൻ തയ്യാറല്ല. എന്തായാലും പറയാൻ തയ്യാറല്ല. പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടോ? പക്ഷേ ഏത് പോലീസിൽ വിവരം അറിയിച്ചു? കണ്ണപുരം പോലീസ്, കണ്ണപുരം സ്റ്റേഷനിലെ പോലീസ് ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, പോലീസ് ഇവിടെ ഉണ്ട്. എന്നാലും വി.എസ്. അനിൽകുമാറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇന്ന് രാവിലെ 5:30 അദ്ദേഹത്തിന്റെ വീട്ടുമുന്നിൽ ഇത്തരത്തിൽ റീത്ത് കണ്ടെത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഏതെങ്കിലും ഭീഷണിയാണോ എന്നുള്ള ചോദ്യത്തിൽ അങ്ങനെയുള്ള ആരോപണങ്ങളിലേക്കൊന്നും താൻ കടക്കുന്നില്ല. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവർ അന്വേഷിക്കട്ടെ എന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.